ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അല്ല സീൻ ഉണ്ടാക്കാനല്ല പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്. മെസ്സിയെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്. സമനില തെറ്റിയവരോട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഉത്തരം മുട്ടുമ്പോൾ തെരുവിൽ അഴിഞ്ഞാടുന്നത് ഇതാദ്യമായിട്ടാണ് കാണുന്നത്, അതും മന്ത്രി. സമനില തെറ്റിയ കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും അടക്കമുള്ള CPM നേതാക്കൾ കാണിക്കുന്നത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമാണ്. ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകനെ അടുത്ത് വിളിച്ച് ചെവിയിൽ തന്തക്ക് വിളിക്കുന്ന മന്ത്രിയെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. അർജന്റീന ഫുട്ബോൾ ടീമിനെ പറ്റിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രകോപിതനായി കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാൻ കാണിച്ചത് അത്തരത്തിലുള്ളൊരു കളിയാണ്. തൃശ്ശൂരിലെ എരുമപ്പെട്ടിയിൽ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോഴാണ് സംഭവം നടന്നത്. മന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പാണ് ഹൈബി ഈഡൻ എറണാകുളത്ത് വെച്ച് വാർത്താ സമ്മേളനം വിളിച്ച് വലിയൊരു ആരോപണം ഉന്നയിച്ചത്. അതായത് അർജന്റീന ഫുട്ബോൾ ടീം എത്തുന്നു എന്ന് പറഞ്ഞ് വലിയ ദുരൂഹ ഇടപാടുകൾ നടന്നു എന്നാണ് ഹൈബി ഈഡൻ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി എറണാകുളത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരങ്ങളടക്കം മുറിച്ചു മാറ്റുന്നത് ഈ മരം കൊള്ളക്കാരൻ്റെ പണിയാണ് എന്നുള്ളൊരു സംശയവും എറണാകുളത്തിൻ്റെ MP മുന്നോട്ട് വച്ചിരുന്നു. അതെല്ലാം കൊണ്ട് കേരളത്തിലെ മന്ത്രിമാരും അതുപോലെ CPM നേതൃത്വവും വലിയ രീതിയിൽ വിരളി പിടിച്ച് നിൽക്കുന്നൊരവസ്ഥയിലാണ് മന്ത്രിയുടെ അടുത്തേക്ക് മാധ്യമപ്രവർത്തകർ ചെല്ലുന്നത്. ഇതിനോടുള്ള പ്രതികരണം ചോദിക്കാൻ ശ്രമിക്കവെയാണ് മന്ത്രി ചാനൽ മൈക്കുകളെല്ലാം തട്ടിത്തെറിപ്പിച്ച് കുപിതനായത്. പിന്നാലെ സ്കൂളിലേക്ക് കയറിയ മന്ത്രിയോടൊപ്പമുണ്ടായിരുന്ന AC മൊയ്തീൻ MLA-യും മാധ്യമങ്ങളെ തടഞ്ഞ് ചാനലുകളുടെ മൈക്കുകളെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചു. കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് കാണാമായിരുന്നു. ചാനൽ മൈക്കുകൾ പിടിച്ച് താഴ്ത്തുകയും വൃത്തികേട് കാണിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു AC മൊയ്തീൻ MLA. ഇതിന് പിന്നാലെ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്ന സംഘങ്ങൾ ചേർന്ന് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു. അതിനിടെ ഒരു പോലീസുകാരൻ്റെ തലയിലെ തൊപ്പി തെറിച്ചു പോകുന്നതും കാണാമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു കലാപം സൃഷ്ടിച്ചുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്കും തോന്നിയാസത്തിനും മറപിടിക്കാനാണ് CPM നേതാക്കൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തൊരു നാണക്കേടാണെന്ന് നോക്കണം. മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഉത്തരം പറയാൻ കഴിയാതിരിക്കുമ്പോൾ അടുത്തു പിടിച്ച് തോളത്ത് കൈയിട്ട് ചെവിയിൽ പുലഭ്യം പറയുന്ന ഒരു മന്ത്രി, ഇതൊക്കെ പിണറായി മന്ത്രിസഭയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏതായാലും പിണറായി വിജയനും മന്ത്രിസഭയ്ക്കു മാത്രമല്ല CPM നേതാക്കൾ കൊന്നടങ്കം സമനില തെറ്റിയതുപോലെയാണ് ഇപ്പോൾ കാണുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു സർക്കാരിൻ്റെ അവസാന മാസങ്ങളിലും കാണാത്ത തരത്തിലാണ് ഇവരുടെ മാനസികാവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. മാന്യമായി ചോദ്യം ചോദിക്കുന്നവരോട് മൈക്കും തട്ടിത്തെറിപ്പിച്ച് വൃത്തികേട് കാണിക്കരുത് എന്ന് പറഞ്ഞ നമുക്ക് ആ മന്ത്രിയുടെയും MLA-യുടെയും അഴിഞ്ഞാട്ടം ഒന്ന് കാണാം. ചെവിയിൽ വന്നിട്ടല്ലോ പറയേണ്ടത്. ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? പോലീസുകാരെന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? അല്ല സീൻ ഉണ്ടാക്കാനല്ല പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്. പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? ഒരു വൃത്തികേടുമില്ല. സാറെന്തിനാ കയ്യേറ്റം ചെയ്യേണ്ട കാര്യം എന്താ? പോലീസുകാരനെ കയ്യേറ്റം ചെയ്യേണ്ട കാര്യം എന്താ? ഞങ്ങൾ മാന്യമായി സംസാരിക്കുക. ചെവിയിൽ വന്നിട്ടല്ലോ പറയേണ്ടത്. ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? പോലീസുകാരെന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? അല്ല സീൻ ഉണ്ടാക്കാനല്ല പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? പോലീസ് എന്തിനാ കയ്യേറ്റം ചെയ്യുന്നത്? ഒരു വൃത്തികേടുമില്ല. സാറെന്തിനാ കയ്യേറ്റം ചെയ്യേണ്ട കാര്യം എന്താ? പോലീസുകാരനെ കയ്യേറ്റം ചെയ്യേണ്ട കാര്യം എന്താ? ഞങ്ങൾ മാന്യമായി സംസാരിക്കുക.